ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് PCODനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാനാണ് കേട്ടോ. അപ്പം ഞാൻ PCOD പേഷ്യൻ്റ് ആണ്. അപ്പോൾ എന്നാലും ഞാൻ PCOD ഒരു പരിധി വരെ എനിക്ക് അകറ്റി നിർത്താനായിട്ട്, കുറഞ്ഞിരിക്കാനായിട്ട് എന്നെ സഹായിച്ച ഒരു ടിപ്പ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യാനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറയാം. ഫസ്റ്റ് നമുക്ക് PCOD ഉണ്ടാവാനായിട്ടുള്ള ഒരു പ്രധാന കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. നമ്മൾ റെഗുലറായിട്ട് ഒരു എക്സസൈസ് ഒന്നും ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ മധുര പലഹാരങ്ങളൊക്കെ ഒരുപാട് കഴിക്കുക, ബേക്കറി ഐറ്റംസ് ഒരുപാട് കഴിക്കുക, ജങ്ക് ഫുഡ് ഒരുപാട് കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളും കൊണ്ട് നമുക്ക് PCOD വരാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പീരിയഡ്സ് നമുക്ക് കറക്റ്റായിട്ട് വരില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ലേഡീസിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതല്ലാതെ വേറൊരു പ്രത്യേകതയാണ്, ലക്ഷണമാണ് രോമവളർച്ച, അമിതമായിട്ടുള്ള രോമവളർച്ച. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിന് ബാക്കിൽ കറുപ്പ് ഉണ്ടാവുക. ഇതൊക്കെ നമ്മുടെ PCOD കാരണം ഉണ്ടാവുന്ന ലക്ഷണങ്ങളാണ്, അല്ലെങ്കിൽ PCOD ഉണ്ട് എന്ന് നമുക്ക് അറിയാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് കേട്ടോ. അപ്പോൾ PCOD നമുക്ക് എങ്ങനെ വീട്ടിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അകറ്റി നിർത്താം എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം ഞാനിത് ഫലം കണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാനത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. എന്തൊക്കെയാണെന്നല്ല, ആകെപ്പാടെ ഞാൻ ഒരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്നൊരു സാധനം വെച്ചിട്ട് നമുക്ക് PCOD മാറ്റി നിർത്താനായിട്ട്, അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ. ചിലപ്പോൾ പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് PCOD മാറാനായിട്ട് ഇത് സഹായകമാണ്. ഒന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അതല്ലാതെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ടിപ്പെന്ന് പറയുന്നത്, നമ്മുടെ കറുകപ്പട്ട ഉണ്ടല്ലോ, ഈ കറുകപ്പട്ട എന്ന് പറയുന്ന സാധനം ഭയങ്കര ഔഷധ ഗുണമുള്ളൊരു സാധനമാണ്. ഈ കറുകപ്പട്ട നമ്മൾ പൊടിയായിട്ടും കിട്ടും, അല്ലാതെയും കിട്ടും. അപ്പം പൊടിയായിട്ടല്ല നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ അതിനെ ഇത്തിരി പൊടിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ കുറച്ച് തിളപ്പിച്ച വെള്ളത്തിൽ ഇതിട്ട് കൊടുക്കുക. അതിന് ശേഷം അത് അവിടെ കിടന്ന് നന്നായിട്ട് തിളച്ചോട്ടെ. തിളച്ചൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നിങ്ങളിത് നന്നായിട്ട് തിളപ്പിക്കുക. ഇങ്ങനെ തിളപ്പിച്ചെടുത്തതിന് ശേഷം അത് നിങ്ങൾ തിളപ്പിച്ച് ആറുമല്ലോ, ആറിയതിന് ശേഷം നിങ്ങളത് കുടിക്കുക കേട്ടോ. കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നൊരു കാര്യമാണ്. അപ്പം ഞാനത് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പഞ്ചസാര ചേർക്കരുത് കേട്ടോ. മധുരം ചേർക്കാതെ കുടിക്കുന്നതാണ് നമുക്ക് ഇതിന് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാനായിട്ട് ഉള്ള ഒരിത്. അപ്പോൾ നിങ്ങൾ ഒട്ടും മധുരം തന്നെ ചേർക്കാതെ കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ച് തേന് എന്തെങ്കിലും കൂടി ചേർത്തിട്ട് കഴിക്കുക. പഞ്ചസാര ഒരു കാരണവശാലും നമ്മൾ ഇതിൽ യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ കറുകപ്പട്ട എന്ന് പറയുന്ന സാധനം ഭയങ്കര ഔഷധ ഗുണമുള്ളൊരു സാധനമാണ്. നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. നോക്കുന്നത് കൊണ്ട് യാതൊരു പാർശ്വഫലങ്ങളും നമുക്കിതിൽ നിന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ PCODയുടെ മരുന്ന് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇത് കഴിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഞാനും PCODക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഏകദേശം 6 മാസമായിട്ട് മരുന്ന് കഴിക്കാതെ ഇരുന്ന സമയത്തും ഞാനിത് ചെയ്യുന്നുണ്ടായിരുന്നു. മരുന്ന് സ്റ്റോപ്പ് ചെയ്ത സമയത്തും ഞാനിത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.